താങ്കൾ ഉൾപ്പെടെയുള്ള വിമർശനത്തെ ആ സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് താങ്കളെ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. ഇടതുപക്ഷ സഹയാത്രികർ എന്ന് പറഞ്ഞ് ചർച്ചയിൽ വരുന്ന ആളുകൾ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒന്നോ രണ്ടോ ആളുകളെ ചേർത്ത് പാനൽ ബാലൻസ് അല്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമില്ല. പക്ഷേ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് വിമർശനം. പിന്നെ ഒറ്റ കാര്യം കൂടി പറയേണ്ടത്, ഇവിടെ താങ്കൾ സൂചിപ്പിച്ച സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടെല്ലാം അതേ സഹിഷ്ണുതയോടുകൂടി തന്നെ ഞങ്ങൾ കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. ശ്രീ എം മുകുന്ദൻ ഇന്ന് പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിന്റെ തുടർച്ച ആവശ്യമാണ്. പലരും അങ്ങനെയും പറയുന്നുണ്ട്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. എന്താണ്, കോൺഗ്രസ്സുകാർ തോറ്റു കഴിഞ്ഞാൽ അവരങ്ങ് BJP-യിൽ പോകും. യഥാർത്ഥത്തിൽ തോറ്റു കഴിഞ്ഞാലല്ല, അവർ ജയിച്ചാലും പോകുമെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളം പോയിട്ടുള്ള അങ്ങനെയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ BJP-യിൽ പോകാതിരിക്കാൻ ഇടതുപക്ഷം തോൽക്കണമെന്ന് പറയുന്ന ഒരു രീതിയോട് യോജിക്കാനാവില്ല. അവർ പല കളവും പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് വീട്ടിൽ പോയി പറഞ്ഞത് എന്താണ്, പിണറായി വിജയനും മോദിയും കൂടി നടപ്പിലാക്കുന്നതാണ് SIR എന്ന് പ്രചരിപ്പിച്ചില്ലേ, രഹസ്യമായി പറഞ്ഞില്ലേ. യഥാർത്ഥത്തിൽ നോക്കൂ, ഇവിടെ NPR പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളമാണ്. പ്രഖ്യാപിച്ചു എന്നല്ല, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. അതാണ് കേരളത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നേറ്റിവിറ്റി കാർഡ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കും, ആരെയും പുറത്താക്കാൻ ഈ കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള ഒരു ജാഗ്രത കൂടിയുണ്ട്. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റു മേഖലയിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ സ്ഥലത്ത് 8 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്നാണ് കഴിഞ്ഞത്.